ഹലോ, ഇന്ന് നമുക്കൊരു ഫ്ലവർ എടുത്താലോ? വെറും ഫ്ലവർ അല്ല, ടിലിപ്പ് ഫ്ലവർ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് ഇതേപോലത്തെ പേപ്പറാണ്. പിന്നെ പലരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തോ. പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഈ ടുലിപ്പ് ഫ്ലവറൊക്കെ ആയിട്ടെന്ന്. കാര്യമുണ്ട്, കാണിച്ചു തരാം. കൂടുതലും ഈ ബൊക്കറ്റ്സ് ഈ ടുലിപ്പ് ഫ്ലവർ കാണുന്നുള്ളത് ഞാൻ ഫോറിനിലുള്ളവരുടെയൊക്കെ റീൽസ് ഷോർട്സിലേക്കാണ്. അവരുടെ ടേബിളിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് ഇരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അതിലുപരി വളരെയധികം ക്യൂട്ട്നെസ്സും. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കാനിരിക്കുന്നത് മോശമില്ലേ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കളയാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര മലമറിക്കുന്ന പണിയൊക്കെയാണെന്ന്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇതിലും ഒരു ഈസിയായ വേ ഉണ്ട്, ബട്ട് അത് നിങ്ങളായിട്ട് ചിലപ്പോൾ ഒത്തൊന്നും വരില്ല. അതുകൊണ്ടാണ് ഈ ഫോൾഡിങ് മെത്തേഡ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇത് അങ്ങ് വരെ ഇങ്ങനെ ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങ് വരെ കട്ട് ചെയ്തെടുക്കരുത്. ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക, ജസ്റ്റ് ഗ്ലൂ ഇറ്റ്. പറഞ്ഞ് തൊണ്ടയിൽ വെള്ളം പറ്റിയത് വേണം പറയാനായിട്ട്, സത്യം പറഞ്ഞാൽ. കാരണം ഭയങ്കര പാടാണ് ഈ 3 മിനിറ്റിലെ എല്ലാം ഇങ്ങനെ പറയാനായിട്ട്. ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് ഒരു പാട്ട് കയറ്റാൻ ശ്രമിച്ചിരുന്നു, ബട്ട് അത് കോപ്പിറൈറ്റായിട്ട് യൂട്യൂബുകാർ ബ്ലോക്ക് ചെയ്ത് വിട്ട് ഗൈസ്. എനിക്കറിയത്തില്ലായിരുന്നു ആക്ച്വലി അങ്ങനെയാണെന്ന്. പിന്നെ ഈ ഗ്ലൂ കാണിക്കുന്നത് എൻ്റെ പരിതാപകരമായ അവസ്ഥയാണ് ഗൈസ്. ഞാൻ എവിടേക്കോ സൂക്ഷിച്ചിരുന്ന ഗ്ലൂ ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു പരിപാടി കാണിക്കുന്നത്. കാരണം ഇതിന് മുമ്പ് നല്ല ക്യൂട്ട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണ് സംഭവം. ടോപ്പ് 5 ജേർണലിങ് ഐഡിയാസ് വേണോ എങ്കിൽ കമൻറ്റ് ചെയ്തോ. ഒരൊറ്റ കമൻറ്റ് മതി ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ഓരോ ക്രാഫ്റ്റൊക്കെ സജസ്റ്റ് ചെയ്തോളൂ, നമ്മളതൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇതിന് മുമ്പൊരു പരീക്ഷണം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. കാരണം അത് ചെയ്ത് പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരിക്കും എവിടെ ഞാൻ ചെയ്ത ഗ്ലൂ വിത്തൗട്ടായിട്ടുള്ള ടെക്സ്റ്റേഡ് ആട്ടെന്ന്. കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്. എന്തായാലും അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. കാരണം ആക്ച്വലി ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ കട്ടായിട്ട് ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഐ ആം വെരി വെരി സോറി ഫോർ ദാറ്റ്. കാരണം എനിക്ക് നിങ്ങളെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി സൺഫ്ലവറൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഗ്ലൂ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നില്ലേ, ആ വീഡിയോ ഇല്ലാണ്ട് വേറൊരെണ്ണം കൂടി ഇടുന്നുണ്ട്. വിത്തൗട്ട് ഗ്ലൂ തന്നെയാണ്. ഈ ഒരു മെത്തേഡ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരും. പിന്നെ ഞാൻ ചെയ്തൊരു അമ്പിളിയെന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പർ ക്വാണ്ടിറ്റി കുറവാണ് എടുത്തത്. അതുകൊണ്ടാണ് അതിങ്ങനെ പൊളിഞ്ഞു വന്നത്. ഇപ്പം ഞാനിടുന്ന ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഫോട്ടോ കാണുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും. പറഞ്ഞ് നമ്മുടെ ബൊക്കറ്റെ കൂടെ ഏകദേശം റെഡി ആകാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെം വേണമല്ലോ, പൂ മാത്രം ഉണ്ടായാൽ പോരല്ലോ. അപ്പോൾ സ്റ്റെം ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ പേപ്പർ റോളോ അല്ലെങ്കിൽ ഇതിലോ സ്റ്റിക്കിലോ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. എൻ്റെ ഇപ്പോൾ പേപ്പർ സ്റ്റോയിന്നുള്ളതുകൊണ്ട് ഇതേപോലെ പേപ്പർ ചുട്ടിയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. ഇന്നെല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൊക്കറ്റ് റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ക്രാഫ്റ്റി മോണി.